വെൽക്കം ടു ട്രൈഡോട്ട്. നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്ന സബ്ജക്റ്റ് ഒരു ട്രേഡിംഗ് ജേണൽ എങ്ങനെ ഉണ്ടാക്കാം എന്നുള്ളതാണ്. അതും ഫ്രീ ആയിട്ട് എങ്ങനെ ഉണ്ടാക്കാം എന്നുള്ളതാണ്. അതിനു വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന വെബ്സൈറ്റ് നോഷൻ എന്ന വെബ്സൈറ്റ് ആണ്. നോഷൻ വെബ്സൈറ്റ് ഫ്രീ ആണ്. തുടക്കക്കാരെ സംബന്ധിച്ചിടത്തോളം ഇത് വളരെ നല്ലൊരു വെബ്സൈറ്റ് ആണ്. ഒരു ട്രേഡർ ആയിട്ട് ഇരിക്കാൻ ആഗ്രഹിക്കുന്ന എല്ലാ ആളുകളും ട്രേഡിംഗ് ജേണൽ ഉണ്ടാക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. പല ആളുകൾക്കും ഇപ്പോഴും എങ്ങനെയാണ് ജേണൽ ഉണ്ടാക്കേണ്ടതെന്ന് അറിയില്ല. അതുകൊണ്ടാണ് നമ്മൾ ഒരു ജേണൽ എങ്ങനെ ക്രിയേറ്റ് ചെയ്യാം എന്ന് പറഞ്ഞു തരുന്നത്. ശ്രദ്ധിക്കേണ്ട കാര്യം, ഇത് ഏത് മാർക്കറ്റിൽ വേണമെങ്കിലും നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്ന ജേണലാണ്. നിങ്ങൾ ഉപയോഗിക്കുന്ന മാർക്കറ്റിനനുസരിച്ച് അതിൻ്റെതായ ചെറിയ ചെറിയ മാറ്റങ്ങൾ വരുത്തേണ്ടി വരും. ഇപ്പോൾ നമുക്ക് സബ്ജക്റ്റിലേക്ക് വരാം. ട്രേഡിംഗ് ചാനൽ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ആദ്യം നോഷനിൽ പോയിട്ട് നിങ്ങളുടെ ഇമെയിൽ ഐ ഡിയും പാസ്വേഡും കൊടുത്ത് ലോഗിൻ ചെയ്യുക. ലോഗിൻ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ചിലപ്പോൾ പല രീതിയിലുള്ള സ്ക്രീനുകളായിട്ടും വരിക. പക്ഷെ അതെല്ലാം ഒഴിവാക്കിക്കൊണ്ട് എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്നുള്ളതാണ് ഇപ്പോൾ പറയുന്നത്. അതിന് ആദ്യമായിട്ട് ഇവിടെ പ്രൈവറ്റ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. ആ ഓപ്ഷനിലേക്ക് പോയിട്ട് ഒരു പ്ലസ് ബട്ടൺ കാണാം. ആ ഒരു പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്യാം. ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഇങ്ങനെ ഒരു പേജ് വരും, ന്യൂ പേജ് എന്ന് പറഞ്ഞിട്ട്. അതിന് ഒരു പേര് കൊടുക്കുക. ഉദാഹരണത്തിന് ഞാൻ ഫെബ്രുവരി 2025 ജേണൽ എന്ന് പറഞ്ഞ് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം എൻ്റർ ചെയ്യുക. എൻ്റർ ചെയ്യുമ്പോൾ കാണാം ഒരു നെക്സ്റ്റ് ലൈനിൽ റൈറ്റ് പ്രസ് സ്പേസ് എന്ന് പറഞ്ഞിട്ട് എഴുതി കാണിക്കുന്നത് കാണാം. അതിലൊരു സ്ലാഷ് ബട്ടൺ കൊടുക്കുക. നോക്കിയാൽ കാണാം സ്ലാഷ് ബട്ടൺ ഉണ്ട്. സ്ലാഷ് ബട്ടണിന് ശേഷം ഫിൽറ്റർ വന്നിട്ടുണ്ട്. ആ ഫിൽറ്ററിൽ ഡാറ്റ ബേസ് ഫുൾ പേജ് സെലക്ട് ചെയ്യുക. അതിനുശേഷം സ്ക്രീനിൽ കാണുന്ന ഒരു ടേബിൾ വരും. ആ ടേബിളിൽ കുറച്ച് കാര്യങ്ങൾ എഡിറ്റ് ചെയ്യണം എങ്ങനെയാണെന്നുള്ളത് കാണിച്ചു തരാം. അതിനുശേഷം ഞാൻ ഓൾറെഡി ക്രിയേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ജേണലിൽ എഡിറ്റ് ചെയ്ത് കാണിച്ചു തരാം. ആദ്യമായിട്ട് എഡിറ്റ് ചെയ്യുന്നത് ഈ ടേബിൾ എന്ന് പറയുന്ന ഡാറ്റയാണ്. അതിൽ റൈറ്റ് ക്ലിക്ക് ചെയ്ത് റീനെയിം കൊടുക്കുക. റീനെയിം കൊടുക്കുമ്പോൾ ഇങ്ങനെ ഒരു വിൻഡോ വരും. അതിൽ കാണാം വ്യൂ നെയിമിൽ ഡാറ്റ കൊടുക്കുക, എൻ്റർ ചെയ്യുക. അതിനുശേഷം ഇതിന്റെ താഴെ കാണാം ഇതാണ് ടൈറ്റിൽ. ഈ ടൈറ്റിൽ നെയിമിന്റെ സ്ഥലത്ത് ഒന്നുകൂടി എൻ്റർ ചെയ്യുക. എൻ്റർ ചെയ്യുമ്പോൾ നെയിം വരും. ആ നെയിമിന് സമ്മറി എന്ന് പറഞ്ഞിട്ടാണ് കൊടുക്കുന്നത്. അത് പിന്നീട് നമുക്ക് ആവശ്യം വരും. അതോടൊപ്പം അതിന്റെ തൊട്ട് അടുത്ത് ഡബിൾ എന്ന് എഴുതിയിരിക്കുന്നത് കാണാം. അതിൽ ക്ലിക്ക് ചെയ്യുക. അതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ കാണാം ഇങ്ങനെ ഒരു ഐക്കൺ വരുന്നത്. അതിൽ ഏതെങ്കിലും ഒരു ഐക്കൺ സെലക്ട് ചെയ്യുക. ഞാൻ സെലക്ട് ചെയ്യുന്നത് ഈ ഐക്കൺ ആണ്. സമ്മറിയുടെ തൊട്ടപ്പുറത്ത് ഒരു പ്ലസ് ബട്ടൺ കാണാം. ആ ഒരു ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നെക്സ്റ്റ് ടൈറ്റിൽ ആഡ് ചെയ്യാം. നെക്സ്റ്റ് ടൈറ്റിൽ ആഡ് ചെയ്യുന്നത് ഡേറ്റ് ആണ്. ബട്ടൺമേ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇത്രയും ഓപ്ഷൻസ് വരും. ആ ഓപ്ഷൻസിൽ താഴോട്ടേക്ക് വരിക. താഴോട്ടേക്ക് വരുന്ന സമയത്ത് ടൈപ്പ് എന്ന് പറഞ്ഞിട്ടുള്ള കുറേ ഓപ്ഷൻസ് കാണാം. ഇത് നമുക്ക് വളരെ അത്യാവശ്യമാണ്. അതിൽ ഡേറ്റ് സെലക്ട് ചെയ്യുക. തൽക്കാലം ഡേറ്റ് മാത്രം സെലക്ട് ചെയ്യുക. അതിന്റെ എഡിറ്റിങ്ങും മറ്റു കാര്യങ്ങളെല്ലാം ഞാൻ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന മറ്റൊരു ട്രേഡിംഗ് ചാനലിൽ കാണിച്ചു തരാം. ഇത് ഞാൻ ക്രിയേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു ജേണലാണ്. ഈ ഒരു ജേണലിൽ എങ്ങനെയാണ് എഡിറ്റ് ചെയ്യാം എന്നുള്ളതാണ് ഞാൻ ഇനി കാണിച്ചു തരാൻ പോകുന്നത്. ആദ്യം കാണിച്ചു തരുന്നത് ഇവിടെ മുകളിൽ ജേണൽ 2025 എന്നുള്ളതാണ്. നേരത്തെ നിങ്ങൾ ക്രിയേറ്റ് ചെയ്തിരുന്ന ആ ഒരു വിൻഡോയിൽ ഇത് ഉണ്ടായിരിക്കില്ല. നിങ്ങൾ ജസ്റ്റ് ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ അവിടെ അൺടൈറ്റിൽഡ് ആയിരിക്കും കാണിച്ചിട്ടുണ്ടാവുക. അത് ജസ്റ്റ് ഒന്ന് ഡിലീറ്റ് ചെയ്ത് കളയുക. അല്ലെങ്കിൽ അവിടെ കൊണ്ടുവന്ന് കർസർ കൊണ്ടുവന്ന് വെച്ചിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു പേര് കൊടുക്കാം. ജേണൽ 2025 എന്നാണ്. അതുപോലെ തന്നെ താഴോട്ടേക്ക് ഇങ്ങനെ കർസർ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ക്യാപിറ്റൽ ആഡ് ചെയ്യാം. അതൊരു പക്ഷെ ചിലപ്പോൾ നിങ്ങൾക്ക് നടന്നു എന്ന് വരില്ല. അങ്ങനെയാണെങ്കിൽ മുകളിൽ നോക്കാം. ഇവിടെ ഹൈഡ് ഡിസ്ക്രിപ്ഷൻ എന്നാണ് ഇപ്പോൾ എടുക്കുന്നത്. നിങ്ങളിൽ എടുക്കുന്ന ആഡ് ഡിസ്ക്രിപ്ഷൻ ആയിരിക്കും. ആഡ് ഡിസ്ക്രിപ്ഷൻ കൊടുത്തിട്ട് ഇത്രയാണ് ക്യാപിറ്റൽ, അതിനനുസരിച്ച് നിങ്ങൾ ഇവിടെ എഴുതി വെക്കുക. ഇനി ടൈറ്റിലേക്ക് പോവാം. നേരത്തെ ചെയ്തത് സമ്മറി ആൻഡ് ഡേറ്റ് ആയിരുന്നു. ഇനി ചെയ്യാൻ പോകുന്നത് പേയേഴ്സ് ആണ്. പേയേഴ്സ് എങ്ങനെ ചെയ്യാന്നുള്ളത് കാണിച്ചു തരാം. നേരത്തെ നമ്മൾ കണ്ട പ്ലസ് ബട്ടൺ ഇവിടെ എടുക്കുന്നുണ്ട്. നിങ്ങളുടെ ചാനലിൽ ഡേറ്റിന്റെ തൊട്ടിപ്പുറത്ത് ഉണ്ടാവും. അതുമ്പോൾ ഒന്ന് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഇങ്ങനെ ഒരു ഓപ്ഷൻ വരും. ഏറ്റവും മുകളിൽ പെയർ എന്ന് പറഞ്ഞിട്ട് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ഇവിടെ പെയർ എന്ന് വന്നത് ഓൾറെഡി അടിച്ചു കൊടുത്തത് കൊണ്ടാണ്. നിങ്ങൾക്ക് ചിലപ്പോൾ ഒരുപക്ഷെ വന്നു എന്ന് വരില്ല. എന്നിട്ട് എൻ്റർ ചെയ്യുക. എൻ്റർ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ഇതുപോലെ പെയർ എന്ന് പറഞ്ഞിട്ട് നിങ്ങളുടെ ജേണലിൽ കാണിക്കും. അതായത് ഡേറ്റിന്റെ തൊട്ടിപ്പുറത്ത് കാണിക്കും. അപ്പോൾ ആ പെയേഴ്സിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്തിട്ട് എഡിറ്റ് പ്രോപ്പർട്ടി കൊടുക്കുക. നമ്മളിവിടെ പ്രധാനമായിട്ടും 3 പെയേഴ്സ് ആണ് ചെയ്യുന്നത്. ആ ഒരു പെയേഴ്സ് എങ്ങനെ ആഡ് ചെയ്യാന്നുള്ളത് കാണിച്ചു തരാം. അതിന് ആദ്യം ചെയ്യേണ്ടത് വിൻഡോ വന്നു കഴിഞ്ഞാൽ ഈ ടൈപ്പിൽ ക്ലിക്ക് ചെയ്യുക. ടൈപ്പിൽ ക്ലിക്ക് ചെയ്തിട്ട് ടെസ്റ്റ് ആവും എടുക്കുന്നുണ്ടാവുക. അത് സെലക്ട് ആക്കി ഇടുക. അതുപോലെ തന്നെ താഴോട്ടേക്ക് വന്നു കഴിഞ്ഞിട്ട് ഇവിടെ ഒരു പ്ലസ് ബട്ടൺ കാണാം. ആ ഒരു പ്ലസ് ബട്ടണിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം നിങ്ങൾ XAU USD, അതുപോലെ തന്നെ US ഓയിൽ, അതുപോലെ തന്നെ BTC USD എന്നിവ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. XAG USD ഞാൻ കൊടുത്തിട്ടുണ്ട്. അത് സിൽവർ ചെയ്യുന്ന ആളുകൾക്ക് വേണ്ടിയിട്ടാണ്. അത് ടൈപ്പ് ചെയ്ത് കൊടുത്ത ശേഷം എൻ്റർ ചെയ്യുക. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്ന ലോട്ടാണ്. ലോട്ട് എങ്ങനെ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ തന്നെ പ്ലസ് ബട്ടണിൽ പോയി ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്തിട്ട് വരുന്ന വിൻഡോയിൽ ലോട്ട് എന്ന് പറഞ്ഞ് അടിച്ചു കൊടുക്കുക. അതിനുശേഷം ഈ ടൈറ്റിലിൽ വന്നിട്ട്
ലോട്ടിൽ ക്ലിക്ക് ചെയ്യുക. ലോട്ടിൽ ക്ലിക്ക് ചെയ്തിട്ട് എഡിറ്റ് പ്രോപ്പർട്ടി കൊടുക്കുക. എഡിറ്റ് പ്രോപ്പർട്ടിയിൽ വരുന്ന സമയത്ത് ടൈപ്പ് ചേഞ്ച് ചെയ്ത് കൊടുക്കണം. നമ്പറിലേക്ക് ആക്കണം. നമ്പറിലേക്ക് ആക്കി കഴിഞ്ഞതിന് ശേഷം ഡെസിമലിലേക്ക് വരിക. ഡെസിമലിൽ വന്നിട്ട് 2 കൊടുക്കുക. ഇവിടെ ക്ലിക്ക് ചെയ്തിട്ട് 2 കൊടുക്കുക. ഇത്രേ ലോട്ടിലുള്ളൂ. അടുത്തത് ടൈം ഫ്രെയിം ആണ്. നേരത്തെ ചെയ്ത അതേ പ്രൊസീജിയേഴ്സ് തന്നെ ആയതുകൊണ്ട് റിപ്പീറ്റ് ചെയ്യുന്നില്ല. ടൈം ഫ്രെയിം എൻ്റർ ചെയ്തതിന് ശേഷം നമുക്ക് ഇവിടെ വന്ന് എഡിറ്റ് പ്രോപ്പർട്ടിയിൽ ക്ലിക്ക് ചെയ്യാം. എഡിറ്റ് പ്രോപ്പർട്ടിയിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം ടൈപ്പ് സെലക്ട് ആക്കുക. നേരത്തെ നമ്പർ ആയിരുന്നു ലോട്ടിന് കൊടുത്തത്, ഇത്തവണ സെലക്ട് ആക്കുക. സെലക്ട് ആക്കാനുള്ള കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പല ടൈം ഫ്രെയിമിലും ട്രേഡ് ചെയ്യുന്ന ആളുകളുണ്ട്. അപ്പോൾ അത് ഏതൊക്കെയാണെന്നുള്ളത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. ഇവിടേക്ക് നോക്കിയാൽ കാണാം 4 അവർ, 1 അവർ, 50 മിനിറ്റ്സ് ഉണ്ട്. അതുപോലെ 1 അവർ, 50 മിനിറ്റ്സ്, 5 മിനിറ്റ്സ് ഉണ്ട്. 50 മിനിറ്റ്, 5 മിനിറ്റ്സ്, 3 മിനിറ്റ്സ് ഉണ്ട്. ഇതെല്ലാം ഉദ്ദേശിക്കുന്നത് എന്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഹയർ ടൈം ഫ്രെയിമിൽ ട്രേഡ് ചെയ്യുന്ന ആളുകളാണ് 4 അവർ, 1 അവർ, 50 മിനിറ്റ്സ്. അതുപോലെ 1 അവർ, 50 മിനിറ്റ്സ്, 5 മിനിറ്റ്സ് എന്നുള്ളത് കുറച്ചും കൂടി കൂടുതൽ സമയം സിസ്റ്റത്തിന്റെ മുന്നിൽ ഇരിക്കാൻ കഴിയുന്ന ആളുകൾക്ക് ചൂസ് ചെയ്യാൻ പറ്റുന്ന ടൈം ഫ്രെയിമാണ്. അതുപോലെ തന്നെ 50 മിനിറ്റ്സ്, 5 മിനിറ്റ്സ്, 3 മിനിറ്റ്സ് എന്ന് പറയുന്നത് ഫുൾ ടൈം ഇരിക്കുന്ന ആളുകൾക്ക് വേണ്ടിയിട്ടാണ്. ഇതെങ്ങനെ ആഡ് ചെയ്യാനെന്നുള്ളത് നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഒരിക്കൽ കൂടി പറയാം. ഈ ഓപ്ഷനിലെ പ്ലസ് ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്തതിന് ശേഷം 4 അവർ, 1 അവർ, 50 മിനിറ്റ്സ് എന്ന് ടൈപ്പ് ചെയ്തതിന് ശേഷം എൻ്റർ ചെയ്യുക. എൻ്റർ ചെയ്തതിന് ശേഷം ബാക്കിയുള്ളതും കൂടി എൻ്റർ ചെയ്ത് കൊടുക്കുക. സ്ക്രീനിൽ നിങ്ങൾക്ക് കാണാം. ഇനി അതിൽ സെലക്ട് ഓപ്ഷനിൽ വരുമ്പോൾ നിങ്ങൾക്ക് ഇതിന്റെ കളറൊക്കെ ചേഞ്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവിടെ വരിക. ഇവിടെ വന്നതിന് ശേഷം ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു കളർ ചേഞ്ച് ചെയ്യാം. ഞാനിപ്പോൾ 4 അവറിന്റെ പിങ്കിലേക്ക് മാറ്റിയിട്ടുണ്ട്. നോക്കിയാൽ കാണാം 4 അവറും 1 അവറും പിങ്കിലായി. ഒരിക്കൽ കൂടി തിരിച്ചു പോയിട്ട് ഞാനത് ബ്ലൂവിലേക്ക് മാറ്റുന്നുണ്ട്. നോക്കിയാൽ കാണാം അത് ചേഞ്ച് ആയി. അപ്പോൾ ഇത്രയാണ് ടൈം ഫ്രെയിമിലുള്ളത്. ഇനി പറയാൻ പോകുന്ന 4 ടൈറ്റിൽസിനും ഒരേ സെറ്റിങ്സ് തന്നെയാണ്. അപ്പോൾ ഒരെണ്ണം മാത്രമേ പറയുള്ളൂ. നിങ്ങൾ ബാക്കിയുള്ളതെല്ലാം എഡിറ്റ് ചെയ്താൽ മതി. 4 എണ്ണം എന്ന് പറയുന്ന എൻട്രി പോയിന്റ്, സ്റ്റോപ്പ് ലോസ്, ടാർഗറ്റ്, എക്സിറ്റ് പ്രൈസ് എന്നിവയാണ്. എൻട്രി പോയിന്റ് എന്നുള്ളത് മാറ്റിയിട്ട് നിങ്ങൾക്ക് എൻട്രി പ്രൈസ് ആക്കാം. അതെങ്ങനെ മാറ്റണം എന്നുള്ളത് ഞാൻ ഒന്ന് കാണിച്ചു തരാം. ഇവിടെ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്തതിന് ശേഷം ഇവിടെ തന്നെ നമുക്ക് എൻട്രി പ്രൈസ് കൊടുക്കാവുന്നുള്ളൂ. ഇനി നമുക്ക് എൻട്രി പ്രൈസിലേക്ക് വന്നതിന് ശേഷം എഡിറ്റ് പ്രോപ്പർട്ടിയിലേക്ക് പോവുക. എഡിറ്റ് പ്രോപ്പർട്ടിയിലേക്ക് പോകുന്ന സമയത്ത് ശ്രദ്ധിക്കുക, ടൈപ്പ് എടുക്കുന്നത് നമ്പറാണ്. അതുപോലെ തന്നെ നമ്പർ ഫോർമാറ്റ് നമ്പറാണ്. അതുപോലെ ഡെസിമൽ പ്ലേസ് ചേഞ്ച് ചെയ്യേണ്ടത് 3 ആണ്. കാരണം ബോൾഡിലൊക്കെ പോയിന്റ് കഴിഞ്ഞിട്ട് 3 അക്കങ്ങൾ വരാറുണ്ട്. അതുകൊണ്ടാണ് 3 എന്ന് പറയുന്നത്. ഇത്ര മാത്രമാണ് എൻട്രി പ്രൈസ്, സ്റ്റോപ്പ് ലോസ്, ടാർഗറ്റ്, എക്സിറ്റ് പ്രൈസിൽ സെറ്റ് ചെയ്യാനുള്ളത്. അത് നിങ്ങൾ തന്നെ സെറ്റ് ചെയ്യുക. വളരെ പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് ചെയ്യാൻ കഴിയുന്ന കാര്യമാണ്. അടുത്ത ടൈറ്റിൽ റിസ്ക് റിവാർഡ് റേഷ്യോ ആണ്. ഏറെക്കുറെ എല്ലാവർക്കും ഇപ്പോൾ ടൈറ്റിൽ സെറ്റ് ചെയ്യാനും അത് എഡിറ്റ് ചെയ്യാനൊക്കെ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. എന്നാലും ജസ്റ്റ് ഒന്ന് പറഞ്ഞു തരാം. റിസ്ക് റിവാർഡ് റേഷ്യോയിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം എഡിറ്റ് പ്രോപ്പർട്ടിയിലേക്ക് വരിക. എഡിറ്റ് പ്രോപ്പർട്ടിയിലേക്ക് വന്നതിന് ശേഷം ടൈപ്പ് നമ്പർ ആക്കുക, നമ്പർ ഫോർമാറ്റ് നമ്പർ ആക്കുക. ഇത്ര മാത്രമേ അതിൽ ചെയ്യേണ്ടതുള്ളൂ. അടുത്ത ടൈറ്റിൽ PNL ആണ്. PNL എന്ന് വെച്ചാൽ പ്രോഫിറ്റ് ഓർ ലോസ്. അതിലും ക്ലിക്ക് ചെയ്തതിന് ശേഷം എഡിറ്റ് പ്രോപ്പർട്ടിയിലേക്ക് വരിക. എഡിറ്റ് പ്രോപ്പർട്ടിയിലേക്ക് വന്നതിന് ശേഷം ടൈപ്പ് നമ്പർ ആക്കുക. ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം നമ്പർ ഫോർമാറ്റ് $. ആണ്. ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്തിട്ട് ഞാൻ കാണിച്ചു തരാം. ഇവിടെ ഒരുപാട് ഫോർമാറ്റ് ഉണ്ട്. അതിൽ കാണാം ഈ പെർസെൻറ്റേജിന്റെ താഴെ നമ്പർ ഫോർമാറ്റ് $. എടുക്കുന്നത്. അതുപോലെ ഡെസിമൽ വേണ്ടത് 2 ആണ്. അത് ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം നെക്സ്റ്റ് ടൈറ്റിലേക്ക് പോകാം. ആ ടൈറ്റിലിന്റെ പേര് നോക്കുക, ക്യാപിറ്റൽ ആഫ്റ്റർ ട്രേഡ്. ക്യാപിറ്റൽ ആഫ്റ്റർ ട്രേഡ് എന്ന് പറഞ്ഞാൽ ഉദാഹരണത്തിന് നിങ്ങൾ ട്രേഡ് ചെയ്യുന്ന സമയത്ത് $100 ഉണ്ടായിരുന്നു. അത് ഇവിടെ കാണിക്കുന്നുണ്ട്. ആ ഒരു $100 നിന്നാണ് നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ ഓരോ ട്രേഡ് കഴിയുമ്പോഴും എത്ര ഡോളർ നിങ്ങളുടെ ബാലൻസ് ഉണ്ട് എന്നാണ് ഇവിടെ കാണിക്കേണ്ടത്. അത് എങ്ങനെയാണ് സെറ്റ് ചെയ്യേണ്ടത് എന്നുള്ളത് കാണിച്ചു തരാം. ക്യാപിറ്റൽ ആഫ്റ്റർ ട്രേഡിൽ ക്ലിക്ക് ചെയ്യുക. എഡിറ്റ് പ്രോപ്പർട്ടിയിലേക്ക് വരിക. എഡിറ്റ് പ്രോപ്പർട്ടിയിലേക്ക് വന്നതിന് ശേഷം ടൈപ്പ് നമ്പർ, നമ്പർ ഫോർമാറ്റ് $, ഡെസിമൽ വരേണ്ടത് 2 ആണ്. നേരത്തെ നമ്മൾ സെറ്റ് ചെയ്ത അതേ ഇത് തന്നെയാണ് വരുന്നത്. അടുത്തത് ഇത്തിരി കോംപ്ലിക്കേറ്റഡ് ആവാൻ സാധ്യതയുള്ള കാര്യമാണ് റിട്ടേൺ ഓഫ് ഇൻവെസ്റ്റ്മെന്റ് എന്നുള്ളത്. അതായത് നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്ത ക്യാപിറ്റലിന്റെ എത്ര പെർസെൻറ്റേജ് ആണ് ഓരോ ട്രേഡിലും റിട്ടേൺ കിട്ടുന്നത് എന്നാണ് ഇതിവിടെ ഉദ്ദേശിക്കുന്നത്. ആദ്യം നമുക്ക് ടൈറ്റിലോട്ട് പോവാം. ടൈറ്റിലിൽ പോയിട്ട് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്തതിന് ശേഷം എഡിറ്റ് പ്രോപ്പർട്ടിയിലേക്ക് കൊടുക്കുക. എഡിറ്റ് പ്രോപ്പർട്ടിയിൽ വന്നിട്ട് ഇവിടെ നോക്കിയാൽ കാണാം ടൈപ്പ് നമ്പർ ആണ്. അതുപോലെ തന്നെ നമ്പർ ഫോർമാറ്റ് പെർസെൻറ്റേജ് ആണ്. ഇവിടെ ക്ലിക്ക് ചെയ്തതിന് ശേഷം $ന്റെ തൊട്ട് മുകളിൽ കാണാം പെർസെൻറ്റേജ് കാണുന്നത്. അതിലേക്ക് ക്ലിക്ക് ചെയ്യുക. ഡെസിമൽ 2 ആണ്. ഇത്രയാണ് ഇവിടെ വേണ്ടത്. ഇനി വരുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയ മറ്റൊരു കാര്യമാണ്. നമ്മൾ നേരത്തെ കണ്ടിരുന്ന സമ്മറി എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഒരു സമ്മറി ഫ്രണ്ടിലായിരുന്നു കിടന്നിരുന്നത്. അത് നിങ്ങൾക്ക് ഡ്രാഗ് ചെയ്ത് ലാസ്റ്റിലോട്ട് കൊണ്ടുവിടാം. എങ്ങനെ ഡ്രാഗ് ചെയ്യണം എന്നൊക്കെ ഞാൻ കാണിച്ചു തരാം. ഇപ്പോൾ നിങ്ങൾക്ക് ROE നോക്കുക. ROE ഞാൻ ഡ്രാഗ് ചെയ്ത് ഇങ്ങോട്ട് കൊണ്ടുവരുന്നുണ്ട്. അപ്പോൾ കാണാം ROE ലാസ്റ്റിലോട്ട് വന്നു. വീണ്ടും ഡ്രാഗ് ചെയ്ത് തിരിച്ചിടുന്നുണ്ട്. സമ്മറിയിലേക്ക് വന്നു. സമ്മറി എന്ന് പറഞ്ഞത് ഇപ്പോൾ നമ്മൾ ചെയ്തിരിക്കുന്ന എല്ലാ ഡീറ്റെയിലും നമുക്ക് റെക്കോർഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് സമ്മറി ചെയ്യുന്നത്. ഇനി നമുക്ക്
ജേണലിൽ വാല്യൂസ് എൻ്റർ ചെയ്യാനുണ്ട്. അതിന് പിന്നെ കുറച്ച് കാര്യങ്ങൾ അഡീഷണൽ ആയിട്ട് ചേർക്കാനുണ്ട്. അതിലാദ്യം ചെയ്യുന്നത് ട്രേഡ് റിപ്പോർട്ടാണ്. ട്രേഡ് റിപ്പോർട്ട് എങ്ങനെ ചെയ്യാന്നുള്ളത് കാണിച്ചു തരാം. ഇപ്പൊ നിങ്ങൾ ഇവിടെ കാണാം ജേണൽ, ട്രേഡ് റിപ്പോർട്ട്, ചാർട്ട് എന്ന് കാണാം. ആ ചാർട്ടിന്റെ തൊട്ടിപ്പുറത്തുള്ള ഒരു പ്ലസ് ബട്ടൺ ഉണ്ട്, അതിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുമ്പോൾ ഇത്രയും ഓപ്ഷൻസ് കാണിക്കും. അതിൽ ഏറ്റവും താഴെ ഗാലറി കാണാം. ഗാലറിയിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്തതിന് ശേഷം അതിന് റീനെയിം കൊടുക്കുക. റൈറ്റ് ക്ലിക്ക് ചെയ്തിട്ട് റീനെയിം കൊടുത്തിട്ട് ട്രേഡ് റിപ്പോർട്ട് എന്ന് ആക്കുക. ഞാൻ ഒരിക്കൽ ചെയ്തതുകൊണ്ട് വീണ്ടും ആ ഒരു പേര് ഉപയോഗിക്കാൻ പറ്റില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ അത് ഡിലീറ്റ് ചെയ്ത് കളയുന്നുണ്ട്. എന്നിട്ട് നേരത്തെ ചെയ്തതിൽ എഡിറ്റ് ചെയ്ത് കാണിച്ചു തരാം. ട്രേഡ് റിപ്പോർട്ടിൽ വന്നതിന് ശേഷം ഇവിടെ ന്യൂ പേജ് കൊടുക്കുക. ന്യൂ പേജ് വന്നിട്ട് ഇവിടെ ട്രേഡ് 1 എന്ന് കൊടുക്കുക. ഇത്രമാത്രം കൊടുത്തിട്ട് നമ്മുടെ അടുത്ത ഓപ്ഷനിലേക്ക് പോവാണ്. അത് ചാർട്ട് എങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. ഇത് അത്ര ഇമ്പോർട്ടൻ്റ് ആയ കാര്യമല്ല, എങ്കിലും ചെയ്യുന്ന സമയത്ത് കാണാൻ ഒരു ഭംഗിക്കൊക്കെ കൂടിയിട്ടാണ് ചെയ്യുന്നത്. ഈ പ്ലസ് ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. പ്ലസ് ബട്ടണിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം ചാർട്ട് ക്ലിക്ക് ചെയ്യുക. ചാർട്ടിനെ നമുക്ക് റീനെയിം ചെയ്യാം. ഇവിടെ ശ്രദ്ധിക്കുക, ചാർട്ട് ഒരു തവണ മാത്രമേ ചെയ്യാൻ കഴിയുള്ളൂ. കാരണം ചാർട്ടിൽ കൂടുതൽ തവണ ചെയ്യണമെങ്കിൽ നമുക്ക് പ്ലാൻ അപ്ഗ്രേഡ് ചെയ്യണം. അപ്പോൾ അതാണ് നേരത്തെ പറഞ്ഞത്, ചാർട്ട് അത്ര ഇമ്പോർട്ടൻ്റ് അല്ല, എങ്കിലും ചാർട്ടിന്റെ ഡീറ്റെയിൽസ് ഒന്ന് കാണിച്ചു തരാം. ഇപ്പൊ നമ്മൾ ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന ചാർട്ടിനെ ഡിലീറ്റ് ചെയ്യുന്നുണ്ട്. എന്നിട്ട് പഴയ ചാർട്ടിലോട്ട് പോകുന്നുണ്ട്. ഇപ്പൊ ഒന്നും ഇതിൽ കാണാനില്ല. ഇനി നമുക്ക് ജേണലിലേക്ക് പോയിട്ട് എൻട്രി ചെയ്യുന്ന സമയത്ത് മാത്രമേ ഇവിടെ വിസിബിൾ ആവുള്ളൂ. എന്തായാലും നമുക്ക് ജേണലിലേക്ക് പോവാം. ആദ്യമായിട്ട് ഡേറ്റ് ആണ്. ഡേറ്റ് ഓപ്ഷനിലേക്ക് താഴോട്ടേക്ക് വന്നു കഴിഞ്ഞ് ജസ്റ്റ് ഒന്ന് ഇവിടെ നിന്ന് ക്ലിക്ക് ചെയ്താൽ ഇങ്ങനെ ഒരു ഓപ്ഷൻ വരും. ഇതിപ്പോൾ ഇന്നത്തെ ഡേറ്റ് ആണ്, 24/2/25 ഒരു ട്രേഡ് എടുക്കണമെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു ഡേറ്റ് സെലക്ട് ചെയ്യാം. ആ ഡേറ്റ് സെലക്ട് ചെയ്യുന്നതിൻ്റെ താഴെ നോക്കുക, എൻഡ് ഡേറ്റും കൂടി വേണമെങ്കിൽ കൊടുക്കാം. എൻഡ് ഡേറ്റ് കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ മുകളിൽ നോക്കിയാൽ കാണാം സ്റ്റാർട്ട് ഡേറ്റ് ആൻഡ് എൻഡ് ഡേറ്റ് ഉണ്ട്. ചില ആളുകൾ ഇന്ന് സ്റ്റാർട്ട് ചെയ്ത ട്രേഡ് പിറ്റേ ദിവസമായിരിക്കും ക്ലോസ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് എൻഡ് ഡേറ്റ് കൊടുത്തിരിക്കുന്നത് ഇവിടെ. അതുപോലെ തന്നെ ഇൻക്ലൂഡഡ് ടൈം കൊടുക്കാം. ടൈം കൊടുത്താൽ കാണാം, ഇവിടെ കാണാം നിങ്ങൾക്ക് ടൈം അപ്ഡേറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അതും മാനുവലായിട്ട് ചെയ്യണം. അതുപോലെ തന്നെ ടൈം സോൺ ശ്രദ്ധിക്കുക. ടൈം സോൺ എന്ന് പറഞ്ഞാൽ ഞാൻ ഇന്ത്യയിലായതുകൊണ്ട് കൽക്കട്ട ആണ് ഇപ്പോൾ കൊടുത്തിരിക്കുന്നത്. നിങ്ങളൊക്കെ ഏത് രാജ്യത്താണ് ഇരിക്കുന്നത് ആ ഒരു ടൈം സോൺ കൊടുക്കുക. അതുപോലെ തന്നെ അതിൻ്റെ താഴെ ഡേറ്റ് ഫോർമാറ്റ് കൊടുക്കുക. അത് ഓൾറെഡി പറഞ്ഞതാണ്, ഒരിക്കൽ കൂടി പറയാം. ഡേറ്റ് ഫോർമാറ്റിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇത്രയും ഓപ്ഷൻസ് ഉണ്ട്, അതിലേതാ വേണ്ടതെന്ന് വെച്ചാൽ കൊടുക്കാം. അതുപോലെ തന്നെ ടൈം ഫോർമാറ്റ് കൊടുക്കാം. 24 അവേഴ്സ് ആണോ 12 അവേഴ്സ് ആണോ എന്നുള്ളത് കൊടുക്കാം. ഇനി ബാക്കിയുള്ള കാര്യങ്ങൾ നമുക്ക് ഫില്ല് ചെയ്യാം. ആദ്യം പെയറിലാണ് ഫില്ല് ചെയ്യുന്നത്. പെയറിൽ ഇവിടെ വന്ന് പെയേഴ്സിൻ്റെ താഴെ കാണുന്ന ആ ഒരു കോളത്തിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ച് ഓപ്ഷൻസ് കാണും. ഇത് ഓൾറെഡി നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഇങ്ങനെ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് എല്ലാം സെലക്ട് ചെയ്യാൻ ഈസിയാണ്. അപ്പോൾ അതുകൊണ്ട് ഞാനിപ്പോൾ ഇവിടെ ചെയ്യുന്നത് ഗോൾഡാണ്. അതുപോലെ തന്നെ ലോട്ട് മാനുവലി എൻട്രി ചെയ്ത് കൊടുത്തിരിക്കുകയാണ് 0.01. അത് കഴിഞ്ഞാൽ ടൈം ഫ്രെയിം സെറ്റ് ചെയ്തതുകൊണ്ട് വളരെ എളുപ്പമാണ്. അത് സെലക്ട് ചെയ്തു. 50 മിനിറ്റ്സിൻ്റെ എൻട്രി പോയിന്റ് ഇത് മാനുവലി ചെയ്തിരിക്കുകയാണ്. നോക്കിയാൽ കാണാം 2090. അതുപോലെ സ്റ്റോപ്പ് ലോസ് 2090 100 ആണ് സ്റ്റോപ്പ് ലോസ് വെച്ചിരിക്കുന്നത്. ടാർഗറ്റ് 2095 ആണ് വെച്ചിരിക്കുന്നത്. എക്സിറ്റ് പ്രൈസ് നോക്കിയാൽ കാണാം ചില ആളുകൾ ഒരുപക്ഷെ ടാർഗറ്റിന് മുന്നോ അല്ലെങ്കിൽ ടാർഗറ്റ് കഴിഞ്ഞിട്ടോ എക്സിറ്റ് ചെയ്യാറുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് എക്സിറ്റ് പ്രൈസ് വെച്ചിരിക്കുന്നത്. ഇനി എൻട്രി റീസൺ നേരത്തെ നമ്മൾ ഡിസ്കസ് ചെയ്താണ്. ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക. ഞാനിവിടെ എടുത്തിരിക്കുന്ന ട്രേഡ് റൂട്ട് സ്ട്രാറ്റജിയാണ്. ഇനി എക്സിറ്റ് റീസണിൽ ഫിയർ ആണ് സെലക്ട് ചെയ്യുന്നത്. സെലക്ട് ചെയ്യാനുള്ള കാരണം ടാർഗറ്റ് ഞാൻ വെച്ചിരിക്കുന്നത് 2095 ആയിരുന്നു, പക്ഷെ എക്സിറ്റ് ആയിരിക്കുന്നത് 2092ലാണ്. ഇനി അതിൻ്റെ റിസ്ക് റിവാർഡ് റേഷ്യോയിൽ നേരത്തെ പറഞ്ഞതിൽ കുറച്ച് വ്യത്യാസമുണ്ട്. റിസ്ക് റിവാർഡ് റേഷ്യോയിൽ നേരത്തെ പറഞ്ഞതിൽ ഒരു കാര്യം എഡിറ്റ് ചെയ്യാനുണ്ട്. ഇവിടെ വന്ന് ക്ലിക്ക് ചെയ്ത് എഡിറ്റ് പ്രോപ്പർട്ടിയിൽ വന്നിട്ട് ടെസ്റ്റ് ആക്കുക. നേരത്തെ നമ്പർ ആയിരുന്നു പറഞ്ഞത്, ഇത് ടെസ്റ്റിലേക്ക് ആക്കുക. എന്നിട്ട് 1:3 കൊടുത്തിട്ടുണ്ട് ഇവിടെ. നിങ്ങൾ ഇത് എക്സാക്ട്ലി കറക്റ്റ് അല്ല, കാരണം ജസ്റ്റ് ഒരു സാമ്പിൾ കാണിക്കാൻ വേണ്ടിയിട്ടാണ്. നിങ്ങൾ ചെയ്യുന്ന സമയത്ത് കൃത്യമായി എത്ര കിട്ടി എന്നുള്ളത് അവിടെ എഴുതി വെക്കണം. ഇനി അടുത്ത് PNL എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ നിലവിലുള്ള ക്യാപിറ്റൽ, അതായത് $100 ആണ് നിലവിലുള്ള ക്യാപിറ്റൽ. ഇത് ഫസ്റ്റ് ട്രേഡ് ആയിരുന്നു. ഫസ്റ്റ് ട്രേഡിൽ $2 പ്രോഫിറ്റ് കിട്ടി. ആ പ്രോഫിറ്റ് ഇവിടെ ആഡ് ചെയ്യുന്നുണ്ട്. അതിനുശേഷം ക്യാപിറ്റൽ ആഫ്റ്റർ ട്രേഡ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 100-ൽ നിന്ന് എത്ര ഡോളർ കൂടി അല്ലെങ്കിൽ എത്ര കുറഞ്ഞു എന്നുള്ളതാണ്. ഇപ്പോൾ ഇവിടെ $2 കൂടുതൽ കിട്ടിയോണ്ട് 102 ആയി. അതിനുശേഷം ROI എന്താണെന്ന് നേരത്തെ പറഞ്ഞതാണ്. ROI എങ്ങനെ കണക്കാക്കാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ട്രേഡ് ചെയ്യുന്നതിന് മുന്നുണ്ടായ ക്യാപിറ്റലും ട്രേഡ് ചെയ്യുന്നതിന് ശേഷമുണ്ടായ ക്യാപിറ്റലും തമ്മിലുള്ള വ്യത്യാസമാണ് ROI. അത് പെർസെൻറ്റേജിൽ നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യണം. ഇവിടെ 2% ആണ് കിട്ടിയിരിക്കുന്നത്. ഉദാഹരണത്തിന് $100 ആയിരുന്നു ആദ്യം ഉണ്ടായിരുന്നത്. എനിക്ക് $102 കിട്ടി. $102 കിട്ടിയ സമയത്ത് $2 കൂടി. അപ്പോൾ അതിൻ്റെ ROI 2% എനിക്ക് കൂടി. അപ്പോൾ ഇത്രയാണ് നമുക്ക് എൻട്രി ചെയ്യാനുള്ള കാര്യങ്ങൾ. ഇനി കുറച്ച് കാര്യം കൂടി പറയാനുണ്ട്. ഇവിടേക്ക് വന്നാൽ കാണാം ലോട്ടിൻ്റെ താഴെ സമ്മാണ് കൊടുത്തിരിക്കുന്നത്. അവിടെ ഇങ്ങനെ ക്ലിക്ക് ചെയ്താൽ കാണാം മോർ ഓപ്ഷനിൽ പോയിട്ട് സമ്മ് കൊടുക്കുക. അതുപോലെ തന്നെ സമ്മ് കൊടുക്കാൻ വേറെയും സ്ഥലങ്ങളുണ്ട്. PNL വരിക. PNL വന്നു കഴിഞ്ഞിട്ട് മോർ ഓപ്ഷനിൽ പോയിട്ട് സമ്മ് കൊടുക്കുക. അതുപോലെ തന്നെ
ROEയിലും വന്നിട്ട് ഇതുപോലെ തന്നെ മോർ ഓപ്ഷനിൽ കൊടുത്തിട്ട് സമ്മ് കൊടുക്കുക. ഇത് മാറ്റിയിടാൻ മറക്കണ്ട. ഇത്രയാണ് പ്രധാനപ്പെട്ട കാര്യങ്ങൾ ട്രേഡിംഗ് ജേർണലിൽ എൻട്രി ചെയ്യേണ്ടത്. ഇനി പറയാനുള്ളത് സമ്മറിയാണ്. സമ്മറി അവസാനം പറയാം. അതിനു മുന്നേ 1-2 കാര്യം കൂടി പറയാനുണ്ട്. അതിൽ ഒരു കാര്യം നമ്മൾ പറഞ്ഞതാണ് എങ്ങനെയാണ് ടൈറ്റിൽ റീനെയിം ചെയ്യാന്നുള്ളത്. ഇനി ടൈറ്റിൽ ഡിലീറ്റ് ചെയ്യേണ്ടതും അതുപോലെ തന്നെ ഡ്യൂപ്ലിക്കേറ്റ് എടുക്കേണ്ടതാണ്. നമുക്കിവിടെ ഈ പ്ലസ് ബട്ടണിലേക്ക് വരിക. പ്ലസ് ബട്ടണിലേക്ക് വന്നിട്ട് ഞാൻ ഒരു പേര് കൊടുക്കുന്നുണ്ട്. ആപ്പിൾ എന്ന് പറഞ്ഞിട്ടൊരു പേര് കൊടുത്തു. നോക്കിയാൽ കാണാം ആപ്പിൾ ഇവിടെ വന്നിട്ടുണ്ട്. എനിക്കിത് ഡിലീറ്റ് ചെയ്യണമെങ്കിൽ ഇവിടെ വന്ന് റൈറ്റ് ക്ലിക്ക് ചെയ്യുക. റൈറ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് ഇവിടെ ഡിലീറ്റ് പ്രോപ്പർട്ടി എന്നുള്ളതാണ് കൊടുക്കേണ്ടത്. വായിച്ചു നോക്കണം കൃത്യമായിട്ട് പ്രോപ്പർട്ടി തന്നെയാണോ എന്നുള്ളത് നോക്കണം. അത് ഡിലീറ്റ് ചെയ്തു, അത് പോയി. ഇനി വീണ്ടും വന്നിട്ട് ഞാൻ ഒരു പേര് കൂടി കൊടുക്കുന്നുണ്ട്. ഗ്രീൻ എന്ന് പറഞ്ഞിട്ടൊരു പേര് കൊടുക്കുന്നുണ്ട്. അവിടെ ഗ്രീൻ വന്നു. ആ ഗ്രീൻ അതിന്റെ ഡ്യൂപ്ലിക്കേറ്റ് എടുക്കാൻ വേണ്ടിയിട്ട് ഈ ഡിലീറ്റ് പ്രോപ്പർട്ടിയുടെ മുകളിൽ ഡ്യൂപ്ലിക്കേറ്റ് പ്രോപ്പർട്ടി എന്നുള്ളതുണ്ട്. അപ്പോൾ ഇതിങ്ങനെ വന്നിട്ടുണ്ട്, 1 വന്നിട്ടുണ്ട്. അത് നമുക്ക് റീനെയിം ചെയ്യാം. ജസ്റ്റ് ക്ലിക്ക് ചെയ്തിട്ട് അവിടെ വേറെ എന്തെങ്കിലും പേര് കൊടുക്കാം നമുക്ക്. അപ്പോൾ ഇങ്ങനെയാണ് ഇത് രണ്ടും ചെയ്യാനുള്ളത്. അത് മറക്കണ്ട. ഇതിൽ തന്നെ മറ്റൊരു കാര്യം ശ്രദ്ധിക്കാനുണ്ട്. ഇപ്പം ഇങ്ങനെ സെലക്ട് ചെയ്തിട്ട് ഡിലീറ്റ് കൊടുത്തു കഴിഞ്ഞാൽ ഈ ട്രേഡിംഗ് ചാനൽ മൊത്തം പോവും. പിന്നെ റിക്കവർ ചെയ്ത് എടുക്കാൻ പറ്റില്ല. അത് എപ്പോഴും ശ്രദ്ധിക്കേണ്ടതാണ്. പ്രോപ്പർട്ടി മാത്രം പോയിട്ട് ഡിലീറ്റ് ചെയ്യുക. ഇനി പറയാൻ പോകുന്നത് ഈ ഒരു ലൈനിൽ നടന്ന ട്രേഡ് ഡീറ്റെയിൽ എങ്ങനെയാണ് ഡ്യൂപ്ലിക്കേറ്റ് എടുക്കുന്നതാണ്. ഇവിടേക്ക് വന്നതിന് ശേഷം റൈറ്റ് ക്ലിക്ക് ചെയ്യുക. റൈറ്റ് ക്ലിക്ക് ചെയ്തതിന് ശേഷം ഡ്യൂപ്ലിക്കേറ്റ് കൊടുക്കുക. ഡ്യൂപ്ലിക്കേറ്റ് കൊടുക്കുന്ന സമയത്ത് ഇത്ര അധികം കാര്യങ്ങൾ വന്നിട്ടുണ്ട്. അപ്പോൾ അതേ കാര്യം തന്നെ മുകളിൽ കൊടുത്ത അതേ കാര്യങ്ങൾ തന്നെയാണ് താഴോട്ടേക്കും വന്നിരിക്കുന്നത്. നോക്കിയാൽ കാണാം യാതൊരു വ്യത്യാസവും ഇല്ല. അപ്പോൾ ഇത് ഡിലീറ്റ് ചെയ്യാനും അതുപോലെ തന്നെ ആ ലൈനിൽ ചെല്ലുക. ലൈനിൽ ചെന്നതിന് ശേഷം സെലക്ട് ചെയ്തിട്ട് ആ ലൈൻ മാത്രം ഡിലീറ്റ് ചെയ്ത് കളയാം, അല്ലെങ്കിൽ ആ ഏരിയ മാത്രം ഡിലീറ്റ് ചെയ്ത് കളയാം. ഇനി പറയാൻ പോകുന്നത് ട്രേഡ് റിപ്പോർട്ട് എങ്ങനെ ഉണ്ടാക്കുക എന്നുള്ളതാണ്. ജേണലിന്റെ തൊട്ടിപ്പുറത്ത് നോക്കിയാൽ കാണാം ട്രേഡ് റിപ്പോർട്ട് എന്നുള്ള ഒരു ടാബ് കാണാം. ആ ടാബിൽ പോയി ക്ലിക്ക് ചെയ്താൽ ട്രേഡ് 1 എന്നുള്ള ഒരു പേജ് കാണാം. അതെങ്ങനെയാണ് കൊടുക്കുന്നത് എല്ലാം നേരത്തെ പറഞ്ഞതാണ്. ഒരിക്കൽ കൂടി പറയാം. ട്രേഡ് 1 എന്നുള്ളത് നമ്മൾ മാനുവലി എൻട്രി ചെയ്യണം. ഈ ഒരു ഡീറ്റെയിൽ ശ്രദ്ധിച്ചാൽ അറിയാം നമ്മൾ നേരത്തെ ജേണലിൽ എൻട്രി ചെയ്ത ഡീറ്റെയിൽ ആണ്. അത് ഒരിക്കൽ കൂടി പോയി കാണിച്ചു തരാം. ഈ ഒരു ഡീറ്റെയിൽ ആണ് ട്രേഡ് റിപ്പോർട്ടിൽ നമ്മൾ കണ്ടത്. അത് കഴിഞ്ഞ് താഴോട്ടേക്ക് വരുന്ന സമയത്ത് ഇവിടെ കാണാം കമന്റ് എന്ന് പറഞ്ഞിട്ട് കാണാം. ഇവിടെ നിങ്ങൾ ആ ഒരു ട്രേഡ് എടുത്തതിന് ശേഷം എന്തെങ്കിലും കമന്റ്സ് ഉണ്ട്, അല്ലെങ്കിൽ നിങ്ങളുടേതായ ഒരു അനാലിസിസ് ഉണ്ടെങ്കിൽ അത് എപ്പോഴും കൊടുക്കണം. അത് കൊടുത്തു കഴിഞ്ഞാൽ എങ്ങനെ വരുന്നു എന്നുള്ളത് ഞാൻ കാണിച്ചു തരാം. ഇവിടെ ഞാൻ കൊടുക്കുന്നത് ജസ്റ്റ് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. അതുപോലെ തന്നെ താഴോട്ടേക്ക് വരിക. താഴോട്ടേക്ക് വന്നു കഴിഞ്ഞതിന് ശേഷം ഇവിടെ കർസർ ഒന്ന് കൊണ്ടുവന്ന് വെക്കുക. എന്നിട്ട് സ്ലാഷ് കൊടുക്കുക. ആ സ്ലാഷ് കൊടുത്തതിന് ശേഷം താഴോട്ടേക്ക് വീണ്ടും സ്ക്രോൾ ഡൗൺ ചെയ്യുക. സ്ക്രോൾ ഡൗൺ കഴിഞ്ഞതിന് ശേഷം ഇവിടെ ടു ഡു ലിസ്റ്റ് സെലക്ട് ചെയ്യുക. ടു ഡു ലിസ്റ്റ് സെലക്ട് ചെയ്തതിന് ശേഷം ആദ്യമായിട്ട് നിങ്ങൾ ടൈപ്പ് ചെയ്യേണ്ട ഒരു കാര്യം കൊടുക്കുക. വീണ്ടും എൻ്റർ ചെയ്യുക. വീണ്ടും എൻ്റർ ചെയ്തതിന് ശേഷം ഈ 2 കാര്യങ്ങൾ ചെയ്തതിന് ശേഷം അടുത്ത് ചെയ്യാൻ പോകുന്നത് ബിഫോർ ആൻഡ് ആഫ്റ്റർ സ്നാപ്സുകൾ അപ്ലോഡ് ചെയ്യലാണ്. അത് എങ്ങനെ ചെയ്യാന്നുള്ളത് കാണിച്ചു തരാം. കർസർ കൊണ്ടുവന്നിട്ട് എൻ്റർ ചെയ്യുക. എൻ്റർ ചെയ്തതിന് ശേഷം ബിഫോർ സ്നാപ്സ് എന്നുള്ളത് ഒന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് വീണ്ടും എൻ്റർ ചെയ്യുക. എൻ്റർ ചെയ്തിട്ട് സ്ലാഷ് കൊടുക്കുക. സ്ലാഷ് കൊടുത്തതിന് ശേഷം ഇമേജ് സെലക്ട് ചെയ്യുക. ജസ്റ്റ് ഒന്ന് എൻ്റർ ചെയ്യുക. വീണ്ടും ഇവിടെ കൊണ്ടുവന്നതിന് ശേഷം ഒന്നും കൂടി എൻ്റർ ചെയ്യുക. എൻ്റർ ചെയ്തതിന് ശേഷം ആഫ്റ്റർ സ്നാപ്പ് കൊടുക്കുക. എന്നിട്ട് വീണ്ടും എൻ്റർ ചെയ്യുക. എൻ്റർ ചെയ്തതിന് ശേഷം സ്ലാഷ് കൊടുക്കുക. ഇമേജ് സെലക്ട് ചെയ്യുക. ഇനി എങ്ങനെയാണ് ബിഫോർ ആൻഡ് ആഫ്റ്റർ സ്നാപ്സുകൾ അപ്ലോഡ് ചെയ്യുന്നത് എന്നുള്ളത് കാണിച്ചു തരാം. അതിന് ബിഫോർ സ്നാപ്പിൽ വരിക. ബിഫോർ സ്നാപ്പ് എന്ന് പറഞ്ഞാൽ അതിന് താഴെ ആഡ് ആൻ ഇമേജ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഏരിയ കാണാം. അതിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 3-4 ഓപ്ഷൻസ് കാണിക്കാം. അതിൽ ആദ്യത്തെ 2 ഓപ്ഷൻ മാത്രമാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ആ 2 ഓപ്ഷൻ എന്താണെന്നുള്ളത് പരിചയപ്പെടുത്തി തരാം. ഒന്ന് അപ്ലോഡ് എന്ന് പറഞ്ഞ ഓപ്ഷനാണ്. അപ്ലോഡ് എന്ന് പറഞ്ഞ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് അപ്ലോഡ് ഫയൽ കൊടുക്കാം. അങ്ങനെ അപ്ലോഡ് ഫയൽ കൊടുക്കുകയാണെങ്കിൽ നിങ്ങൾ ബിഫോർ സ്നാപ്പ്, അതായത് ഒരു ട്രേഡിംഗ് ചെയ്യുന്നതിന് മുന്നേ നിങ്ങളുടെ എല്ലാ സെറ്റപ്പും സ്ക്രീനിൽ എല്ലാം നോട്ട് ചെയ്ത് വെച്ച ഒരു സ്നാപ്പ് ആഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അവിടെ ബിഫോർ സ്നാപ്പ് ഉപയോഗിക്കുന്നത്. ഞാനിപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് എങ്ങനെയാണ് അപ്ലോഡ് ചെയ്യുന്നത് എന്ന് കാണിച്ചു തരുന്നത്. അതിനു മുന്നേ എംബഡ് ലിങ്ക് കൂടി പറയാം. എംബഡ് ലിങ്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ സ്ക്രീൻഷോട്ടിന്റെ ലിങ്ക് ട്രേഡിംഗ് വ്യൂവിലൊക്കെ ലിങ്ക് എടുക്കാവുന്നതാണ്. അതെങ്ങനെയാണെന്ന് അറിയാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് വീഡിയോയുടെ താഴെ കമന്റ് ചെയ്യാം. ആ ലിങ്ക് എടുത്തിട്ട് ഇവിടെ കോപ്പി പേസ്റ്റ് ചെയ്യാവുന്നതാണ്. ഇനി ഫയൽ അപ്ലോഡ് ചെയ്യാം. ഫയൽ സെലക്ട് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് വിൻഡോയിൽ കാണാൻ കഴിയില്ല, കാരണം അത് വിസിബിൾ അല്ല. ഫയൽ സെലക്ട് ചെയ്ത സമയത്ത് നിങ്ങൾക്ക് നോക്കാം ഇങ്ങനെ ഒരു ഇമേജ് വന്നിട്ടുണ്ട്. ആ ഒരു ഇമേജിൽ ഒന്നും തന്നെ മാർക്ക് ചെയ്തിട്ടില്ല. നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ്, എങ്ങനെ അപ്ലോഡ് ചെയ്യുമെന്നുള്ളത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. ഇനി അടുത്തത് ആഫ്റ്റർ സ്നാപ്പ്. അതും ഇതുപോലെ തന്നെയാണ്. അത് എങ്ങനെ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ട്രേഡുകളെല്ലാം കഴിഞ്ഞതിന് ശേഷം എല്ലാ കാര്യങ്ങളും നോട്ട് ചെയ്ത ഒരു സ്ക്രീൻഷോട്ടിലാണ് ഇത് ചെയ്യേണ്ടത്. അതിലും അപ്ലോഡ് ഫയൽ തന്നെയാണ് കൊടുക്കുന്നത്.
അത് നോക്കിയാൽ കാണാം ഒരു ഇമേജ് വന്നിട്ടുണ്ട്. മുകളിൽ കൊടുത്ത അതേ ഇമേജ് തന്നെയാണ് താഴോട്ടേക്ക് വന്നിരിക്കുന്നത്. ഇത് എങ്ങനെ അപ്ലോഡ് ചെയ്യുന്നു എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ കൊടുത്തിരിക്കുന്നത്. അല്ലെങ്കിൽ ഒരു ട്രേഡിന്റെ 2 ഇമേജസ് ആണ് ചെയ്യേണ്ടത്. ഒന്ന് ബിഫോർ ട്രേഡും ഒന്ന് ആഫ്റ്റർ ട്രേഡും. ബിഫോർ ട്രേഡ് എന്ന് പറഞ്ഞാൽ നേരത്തെ പറഞ്ഞ പോലെ എല്ലാ സെറ്റിംഗ്സും അടയാളപ്പെടുത്തിയത് ബിഫോർ ട്രേഡും, ആഫ്റ്റർ ട്രേഡ് എന്ന് പറഞ്ഞാൽ എല്ലാ കാര്യങ്ങളും ട്രേഡിന്റെ എല്ലാ കാര്യങ്ങളും ഉൾക്കൊള്ളിച്ച ഒരു സ്നാപ്ഷോട്ടും ആണ് ആഫ്റ്റർ ട്രേഡും എന്നുള്ളത്. ഇനി ഇത് രണ്ടും കഴിഞ്ഞാൽ മുകളിലുള്ള ചെക്ക് ലിസ്റ്റിൽ നിങ്ങൾക്ക് ടിക്ക് ചെയ്യാം. അതെപ്പോഴും ശ്രദ്ധിക്കണം, ഇത് ടിക്ക് ചെയ്ത് വെക്കണം. കാരണം എന്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ 2 ആക്ടിവിറ്റീസ് നമ്മൾ ചെയ്തിട്ടുണ്ട് എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ചെക്ക് ലിസ്റ്റ് ഇതുപോലെ ക്രിയേറ്റ് ചെയ്യുന്നത്. ഇത് കൂടാതെ നിങ്ങൾക്ക് എന്തെങ്കിലും കാര്യങ്ങൾ അഡീഷണൽ ആയിട്ട് ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ ഇവിടെ എവിടെയെങ്കിലും കൊണ്ടുവന്ന് ഒരു സ്ലാഷ് കൊടുക്കുക. സ്ലാഷ് കൊടുത്തതിന് ശേഷം നിങ്ങൾക്ക് കാണാം പല തരത്തിലുള്ള ഫയലുകൾ കാണാം. അതിൽ ആവശ്യമുള്ളത് നിങ്ങൾ സെലക്ട് ചെയ്യുക. നിങ്ങൾക്ക് ആവശ്യമുള്ളത് സെലക്ട് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം അതും ഇവിടെ അറ്റാച്ച് ചെയ്യാവുന്നതാണ്. ഇനി എങ്ങനെയാണ് നമുക്ക് ഡീറ്റെയിൽസ് ഫിൽട്ടർ ചെയ്ത് എടുക്കുക എന്നുള്ളതാണ്. പ്രത്യേകിച്ചും പ്രധാനപ്പെട്ട കുറച്ച് ഏരിയാസ് ഉണ്ട്. ഡേറ്റ്, പെയേഴ്സ്, അതുപോലെ പ്രോഫിറ്റ്, ലോസ്, ടൈം ഫ്രെയിം, ലോഡ് സൈസ്, അങ്ങനെയുള്ള കുറച്ചധികം കാര്യങ്ങൾ ഫിൽട്ടർ ചെയ്തിട്ട് നമുക്ക് വേണ്ട രീതിയിൽ എങ്ങനെ എടുക്കാമെന്നുള്ളതാണ് കാണിച്ചു തരുന്നത്. ഇവിടെ കുറച്ച് ഡാറ്റാസ് എൻ്റർ ചെയ്തിട്ടുണ്ട്. ഇതൊന്നും കൃത്യമല്ല. ഫിൽട്ടർ ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രമാണ് ഇപ്പോൾ ഇതിങ്ങനെ കാണിച്ചു തരുന്നത്. ആദ്യം ഡേറ്റ് ആണ് കാണിച്ചു തരുന്നത്. ഈ ഡേറ്റ് എന്ന് എഴുതിയോടുത്ത് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് താഴെ ഫിൽറ്റർ കാണാം. ഈ ഫിൽറ്ററിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആദ്യം ഇവിടെ നോക്കുക ദിസ്. ഈ ഒരു ആഴ്ചയിലെ ഡീറ്റെയിൽ മൊത്തം ഇവിടെ നമുക്ക് വിസിബിൾ ആയി കിട്ടും. ഉദാഹരണത്തിന് ഇപ്പോൾ ഈ ഒരു ആഴ്ചയിലെ ഡീറ്റെയിൽ മാത്രമാണ് ഞാൻ ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഇനി ദിസ് എന്ന് പറഞ്ഞത് മാറ്റിയിട്ട് ദിസ് ഡേ കൊടുക്കാം. അപ്പൊ ഇന്ന് ഒരു ഡീറ്റെയിലും അവിടെ എൻ്റർ ചെയ്തിട്ടില്ല, അതുകൊണ്ടാണ് ഒന്നും കിട്ടാത്തത്. അതുപോലെ തന്നെ ദിസ് മന്ത് കൊടുക്കാം. ദിസ് മന്ത് കൊടുക്കുന്ന സമയത്ത് കാണാം നിങ്ങൾക്ക് 5 എണ്ണം കാണാം. ഇത് കഴിഞ്ഞതിന് ശേഷം ഇതിൽ അഡ്വാൻസ്ഡ് ഫിൽറ്റർ ഉണ്ട്. അത് കിട്ടാൻ വേണ്ടിയിട്ട് നോക്കാം. ഇവിടെ ക്ലിക്ക് ചെയ്യുക. ഇവിടെ ക്ലിക്ക് ചെയ്തിട്ട് അഡ്വാൻസ്ഡ് ഫിൽറ്റർ കൊടുക്കുക. ഈ അഡ്വാൻസ്ഡ് ഫിൽറ്ററിന്റെ കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ നിങ്ങൾ പർട്ടിക്കുലർ വീക്ക് ഇടയെന്ന് സെലക്ട് ചെയ്യേണ്ടി വരും, അല്ലെങ്കിൽ പർട്ടിക്കുലർ ഡേറ്റ് സെലക്ട് ചെയ്യേണ്ടി വരും. അതിന് വേണ്ടിയിട്ട് ഇതെല്ലാം ഇവിടെ ഒന്നും ചേഞ്ച് ഒന്നും കൊടുക്കണ്ട. ഈസ് റിലേറ്റീവ് ടു ഡേ എന്നുള്ളത് മുമ്പുള്ള ഡീറ്റെയിൽസ് ആണ് വേണ്ടതെങ്കിൽ ഈസ് ബിറ്റ്വീൻ കൊടുക്കുക. ഈസ് ബിറ്റ്വീനിൽ ഇവിടെ വന്നിട്ട് കാണിക്കും, ഇവിടെ സെലക്ട് റേഞ്ച് എന്നുള്ളത് കാണിക്കും. അപ്പൊ നമുക്ക് വേണ്ടത് ഒരു ദിവസം മുതൽ 11-ാം തീയതി മുതൽ 25-ാം തീയതി വരെ ഉള്ളതാണെങ്കിൽ ആദ്യം 11 വന്നു, ഇനി 25 ക്ലിക്ക് ചെയ്തു, എന്നിട്ട് ജസ്റ്റ് എൻ്റർ ചെയ്യുക. അപ്പൊ കാണാം 11 മുതൽ 25 വരെയുള്ള ഡീറ്റെയിൽ കിട്ടി. ഇനി നമുക്ക് ഇടയിലുള്ള ഒരു ദിവസം കാണിക്കാം, 23-ാം തീയതിക്കത്തെ എടുക്കാം. അതുപോലെ തന്നെ 11 മുതൽ 23 വരെയുള്ളതാണ്. ഇപ്പോൾ നമ്മൾ മുകളിൽ പോയിട്ട് സെലക്ട് ചെയ്തിട്ട് വീണ്ടും 23 കൊടുക്കുന്നുണ്ട്. അപ്പൊ കാണാം 23-ാം തീയതിക്കത്തെ ട്രേഡിന്റെ ഡീറ്റെയിൽ കാണാം. ഇപ്പൊ ഡീറ്റെയിൽ കണ്ടു. ഡീറ്റെയിൽ കണ്ടു കഴിഞ്ഞ് 23-ാം തീയതിക്ക് നോക്കിയാൽ കാണാം എന്താണ് എടുത്തിരിക്കുന്ന പെയർ ഏതാണ്. ഈ ഒരു പെയർ ആണ്. അതിൽ ലോഡ് സൈസ് എത്രയാണ്, എൻട്രി ഡീറ്റെയിലും കാര്യങ്ങളൊക്കെ കാണാം. 1:3 ഇതെല്ലാം കാണാം. പിന്നെ ഇങ്ങോട്ട് വരുന്ന സമയത്ത് PNL എത്ര കിട്ടി, അതുപോലെ ക്യാപിറ്റൽ എത്രയായിരുന്നു അന്ന്, അതുപോലെ തന്നെ ROE എത്ര കിട്ടി, അതുപോലെ തന്നെ അന്നത്തെ ട്രേഡിന്റെ ഡീറ്റെയിൽ നമ്മൾ ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതും കിട്ടും. അപ്പോൾ ഇനി ഈ ഫിൽറ്റർ ഡിലീറ്റ് ചെയ്യാൻ വേണ്ടി ഒരിക്കൽ കൂടി അവിടെ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് ഇവിടെ വന്നതിന് ശേഷം റിമൂവ് കൊടുക്കുക. അപ്പൊ കാണാം എല്ലാം വന്നു. ഇനി അടുത്തത് ഞാൻ പെയർ ബേസ് ആണ് ചെയ്യേണ്ടത്. അതും പെയറിൽ ക്ലിക്ക് ചെയ്യുക. പെയറിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഫിൽറ്റർ കൊടുക്കുക. ഫിൽറ്റർ കൊടുത്തതിന് ശേഷം ഇത്തിരി കൂടി എളുപ്പമാണത്. ഇതിലൊരു US ഓയിൽ കൊടുക്കുക. US ഓയിലിൽ നമുക്ക് എന്ത് ചെയ്തു, മുഴുവനായിട്ട് കിട്ടിയിട്ടുണ്ട്. US ഓയിലിൽ ഇതുവരെ ട്രേഡ് എടുത്തതിൽ കിട്ടിയിട്ടുണ്ട്. ഇനി വേണമെങ്കിൽ അഡ്വാൻസ്ഡ് ഫിൽറ്ററിൽ പോയിട്ട് നിങ്ങൾക്ക് നിങ്ങളുടേതായ രീതിയിലുള്ള മാറ്റി കൊടുക്കാം. അത് മാറ്റി കൊടുത്തിട്ട് സ്വയം മനസ്സിലാക്കി എടുക്കേണ്ടതാണ്. കൂടുതൽ ഡീറ്റെയിൽസ് ഞാൻ പറയുന്നില്ല, ഓൾറെഡി ഡേറ്റിൽ പറഞ്ഞതുകൊണ്ട്. ഇത് തന്നെ ഇത് ഡിലീറ്റ് ചെയ്ത് കളയണമെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ആ റൂൾ എന്ന് പറഞ്ഞ സ്ഥലത്ത് ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് റിമൂവ് ചെയ്യുക. എൻട്രി റീസൺ ആണ് കിട്ടണമെങ്കിൽ അതും ഇവിടെ വന്നിട്ട് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്തതിനു ശേഷം ഫിൽറ്റർ കൊടുക്കുക. ഫിൽറ്റർ കൊടുത്തതിനു ശേഷം ഇതിലിപ്പോൾ ട്രേഡ് റൂട്ട് സ്ട്രാറ്റജി പ്രകാരം എടുത്ത എൻട്രികളാണെങ്കിൽ ഇത്ര കിട്ടിയിട്ടുണ്ട്. അതിൽ കാണാം നേരത്തെ കണ്ട ഒരു ഫിഗർ അല്ല, ഇതെല്ലാം മാറ്റങ്ങൾ വരുന്നുണ്ട്. ഇതെല്ലാം നിങ്ങൾ ഓരോ തവണയും ടെസ്റ്റ് ചെയ്ത് നോക്കേണ്ടതാണ്. ടെസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾ നിങ്ങളുടേതായ രീതിയിൽ കണ്ടുപിടിക്കണം. എപ്പോഴും പറയുന്നത് പോലെ ട്രേഡ് റൂട്ടിൽ പഠിക്കുന്ന സ്റ്റുഡൻസിന് ജേണൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കൃത്യമായി ജേണൽ മെയിൻറ്റെയിൻ ചെയ്യണം. നമ്മുടെ സ്ട്രാറ്റജി ബേസ് ചെയ്ത്, അതുപോലെ തന്നെ നമ്മുടേതായ ഒരു രീതി ബേസ് ചെയ്തിട്ടൊക്കെയാണ് ഇവിടെ ചെയ്തിരിക്കുന്നത്. ഇതല്ലാതെ പലതരത്തിലുള്ള ജേണലുകൾ നിങ്ങൾക്ക് കാണാം. അപ്പോൾ നിങ്ങൾ ഈ കാണുന്ന വീഡിയോസ് കാണുന്ന ആര് തന്നെ ആയാലും, ട്രേഡ് റൂട്ടിലുള്ള ആളുകളായാലും പുറത്തുള്ള ആളുകളാണെങ്കിലും ജേണൽ ക്രിയേറ്റ് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് നിങ്ങളുടേതായ രീതിയിൽ എഡിറ്റ് ചെയ്യാൻ ശ്രമിക്കാം. അപ്പൊ എല്ലാവരോടും ഒരിക്കൽ കൂടി ട്രേഡിംഗ് ജേണലിന്റെ ഇമ്പോർട്ടൻസ് പറഞ്ഞു നിർത്തുകയാണ്. ട്രേഡിംഗ് ജേണൽ എന്ന് പറഞ്ഞാൽ ഒരു ട്രേഡർക്ക് വേണ്ട ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ ഒരു ടൂളിൽ പെട്ട കാര്യമാണ് ട്രേഡിംഗ് ജേണൽ. നിങ്ങളുടേതായ എല്ലാ കാര്യങ്ങളും അടയാളപ്പെടുത്തേണ്ടത്, ഒരു ട്രേഡിനെ കുറിച്ചിട്ട് അടയാളപ്പെടുത്തുന്നത്, നിങ്ങളുടെ സൈക്കോളജിയെ കുറിച്ച് അടയാളപ്പെടുത്തുന്നതെല്ലാം ട്രേഡിംഗ് ജേണലിലാണ്. അത് പിന്നീട് റെഫറൻസ് ആയിട്ട് എടുക്കുകയും
അത് പ്രകാരം നിങ്ങൾക്ക് നിങ്ങളുടേതായ സ്ട്രാറ്റജി ബിൽഡ് ചെയ്യുകയും നിങ്ങളുടെ സൈക്കോളജി ബിൽഡ് ചെയ്യുകയും എന്ത് ബിൽഡ് ചെയ്യാനും ഒരു ഡാറ്റ ആയിട്ട് ഏത് കാലത്തും ഉപയോഗിക്കാൻ പറ്റുന്നതാണ് ട്രേഡിംഗ് ജേണൽ. അപ്പൊ അതുകൊണ്ട് ട്രേഡിംഗ് ജേണലിനെ ഒരിക്കൽ പോലും തള്ളിക്കളയാതെ വളരെ സീരിയസ് ആയിട്ട് തന്നെ എടുക്കുക. അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് പഠിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ട്രേഡ് റൂട്ടുമായിട്ട് ബന്ധപ്പെടാം. അതും ഫ്രീ ആയിട്ട് ട്രേഡിങ്ങിന്റെ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് പഠിക്കാവുന്നതാണ്. അതിനു വേണ്ടിയിട്ട് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ഒരു ഗൂഗിൾ ഫോം കൊടുത്തിട്ടുണ്ട്. ആ ഗൂഗിൾ ഫോം കൃത്യമായി വായിച്ച് അതിലുള്ള കണ്ടീഷൻസ് ഒക്കെ ഓക്കെ ആണെങ്കിൽ മാത്രം ഫിൽ ചെയ്യുക. അതോടൊപ്പം തന്നെ ഡിസ്ക്രിപ്ഷനിലുള്ള വാട്സപ്പ് ചാനലിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. അവിടെ ട്രേഡ് റൂട്ടിന്റെ അപ്ഡേറ്റ്സ് ലഭിക്കുന്നതാണ്.